ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ കഥ നടക്കുന്നത് കാസർഗോഡാണെന്ന് പിടുത്തം കിട്ടിയില്ല പിള്ളേ. കാസർഗോഡ് നല്ല മുഞ്ചുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് നമ്മുടെ മുഞ്ചുള്ള നായിക ആയിഷ. പാദചെറി ചന്ദ്രികയെ പതിനാകന്റെ ചേരുണിയെ ആക്കനിയെ താരകമേ മതിപോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലംകൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലംകൃതയെ മധുര കിനാവിന്റെ കഥക തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ ഇനി നായകനെ തപ്പി ദൂരെ എങ്ങും പോകേണ്ട. അതേ നാട്ടിലെ സുന്ദരൻ, സുമുഖൻ, സൽ സ്വഭാവി കാസർഗോഡ് ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഇവർ അങ്ങനെ അവിടുത്തെ ലോക്കൽ ഫ്രണ്ട്സായി. ലോക്കൽ എന്ന് വെച്ചാൽ കട്ട ലോക്കൽ. കാലം കടന്നുപോയി. നമ്മുടെ ബാപ്പുട്ടി ഉള്ളിൽ എന്തെല്ലാമോ മോഹിച്ചു ജീവിച്ചു. ഊണിലും ഉറക്കത്തിലും എല്ലാം ആ 17കാരി തന്നെ. മെക്കിലെ ഒരു മെക്കാനിക്സും അറിയാതെ ഇവന്റെ മനസ്സിൽ കോളേജ് വരാന്തിയും ആയിഷയും മാത്രം. കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ആയിഷയോട് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അവരുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. ഏ ബാപ്പൂട്ടി ചേട്ടാ എന്തെടുക്കാടാ? കടയിൽ പോയി മീൻ വാങ്ങിയിട്ട് വട സൈത്താന്. എപ്പ നോക്കിയാലും അവന്റെ ഒരു പരാന്ത. കട്ടിൽ കച്ചവടക്കാരനായ ഉപ്പ ബാപ്പൂട്ടിയെ സ്വപ്നത്തിൽ നിന്ന് വിളിച്ചെടുപ്പിക്കുന്നത് ഒരു പതിവ് കാഴ്ചയായി. 4 കൊല്ലം പെട്ടെന്ന് പോയി. കോളേജ് പഠിത്തം കഴിഞ്ഞ് ബാക്കി എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് കരഞ്ഞും കണ്ണു നിറഞ്ഞു പോയപ്പോഴും ബാപ്പൂട്ടി അനങ്ങിയില്ല. കാരണം ആയിഷ ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടല്ലോ. പഞ്ചാര അടിക്കാൻ ഇനി പഞ്ചായത്ത് വിട്ട് പോകണ്ടല്ലോ. അങ്ങനെ ആ പഞ്ചാര അലി ബാപ്പൂട്ടി അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഈ കഥയിലെ വേറൊരു കഥാപാത്രത്തെ പരിചയപ്പെടുത്താൻ വൈകിപ്പോയി. ബാപ്പൂട്ടിയുടെ ഉറ്റ സുഹൃത്ത്. ഈ ചങ്ങായിയും ആ സെയിം കോളേജിൽ തന്നെ പഠിച്ചിരുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് സ്കൂൾ.
മാത്രമല്ല, ഈ ചങ്ങായി നമ്മുടെ ആയിഷയുടെ ക്ലാസ്മേറ്റ് കൂടെ ആയിരുന്നു. പിന്നെ മെക്കുകാരൻ ബാപ്പൂട്ടി ഈസിക്കാരൻ സുക്കൂറിനെ വിട്ടില്ല, കട്ടയ്ക്ക് കൂടെ കൂട്ടി. നാട്ടിലെ ഒന്നാന്തരം ഗിരിരാജ നല്ല പേരുള്ള ആ ചെറുപ്പക്കാരന് നമ്മുടെ ആയിഷയുടെ മേലിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ ബാപ്പൂട്ടിക്കിട്ട് ഓരോ പാറയും വെച്ചു. കാലം കുറെ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം ബാപ്പൂട്ടി ആ വാർത്ത അറിഞ്ഞു. ആയിഷയുടെ നിക്കാഹായി. ഒരു അമേരിക്കക്കാരൻ റസാക്കുമാണ്. വാർത്ത കേട്ടപ്പോൾ ഒന്നും ഞെട്ടിയെങ്കിലും ബാപ്പൂട്ടി പതറിയില്ല. നിക്കാഹിന്റെ തലേന്ന് തന്നെ ഉപ്പാന്റെ കടയിൽ നിന്ന് ഒരു കട്ടിലും വാങ്ങി ഓൻ ഉറ്റ ചങ്ങായി കിട്ടി ആയിഷ മനസ്സിലേക്ക് യാത്രയായി. നിക്കാഹ് ഒരുക്കങ്ങളുമായി ആയിഷ മനസ്സിൽ. കൊണ്ടുപോയ ആ ഗിഫ്റ്റ് കട്ടിൽ അവർ അങ്ങനെ ആയിഷയുടെ മണിയറയിൽ തന്നെ കൊണ്ടുപോയി ഡെലിവറാക്കി. എല്ലാം സെറ്റപ്പാക്കാൻ സുക്കൂറിനെ ഏൽപ്പിച്ച് ബാപ്പൂട്ടി കല്യാണ പരിപാടികൾ കൂടാൻ പോയി. അതോ പഴയ സുഹൃത്തിനോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ ഇനി സുക്കൂറിനെ തീരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, സെറ്റ് ചെയ്ത കട്ടിൽ ഒന്ന് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ ബാപ്പൂട്ടി തീരുമാനിച്ചു. മധുവിധു ആഘോഷങ്ങൾക്ക് മുമ്പുള്ള ബാപ്പൂട്ടിയുടെ മണിയറ സ്ട്രെസ് ടെസ്റ്റ്. എടുക്കുന്നു ചട്ടിയും കഴിഞ്ഞു. ആയിഷയ്ക്ക് വെച്ചത് ബാപ്പൂട്ടിക്ക് കൊണ്ടു. നല്ല ഉഷാറ് കട്ടിൽ ടെസ്റ്റ്. വല്ലാത്ത ചതിയത് പോകപ്പുറത്തന്റെ പിന്നീടൊരടിയിൽ അവർ ഇന്ന് കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ, അതും ഗോവയിൽ. അത് നമുക്കൊരു ആഘോഷമാക്കണ്ടേ?